ചേട്ടന് ചില നേരത്ത് ചില ആളുകളോട് വളരെ ആദ്യം സ്നേഹമുള്ളവരോടാണ് രമേശ് ചേട്ടൻ എല്ലാവരും കൂടുതൽ കളിയാക്കുക. ഈ രമേശ് ചേട്ടൻ എന്നെ കളിയാക്കിയ ഒരു കഥ പറയാം. അതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അമർ അക്ബർ തോണിക്ക് മുമ്പ് ജയറാം ഷോ ചെയ്തു. അപ്പോൾ നാദിർഷിക ഡയറക്ഷൻ, രമേശ് ചേട്ടനുണ്ട്, ധർമ്മേട്ടനുണ്ട്, പ്രിയാമണി ഉണ്ട്, ഉണ്ണിയേട്ടനുണ്ട്. അങ്ങനെ വലിയ താരങ്ങളായിട്ട് ഞങ്ങൾ പോവുകയാണ്. അതിൽ ഈ പറഞ്ഞ വലിയ തിമിംഗിലെ സ്രാവുകളുടെ ഇടയ്ക്കിൽ പൂഞ്ഞാട്ടിയൊക്കെ ആയിട്ട് ഞാനും വിഷ്ണുവും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് ജയറാം ഷോയിൽ എനിക്ക് വിഷ്ണുവിന് പിന്നെ റോളുണ്ട്, എനിക്ക് റോളില്ല. എനിക്ക് ആകെയുള്ള വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുലി കളിക്കുമ്പോൾ വിഷ്ണു പുലിയുടെ വേഷത്തിൽ വരും, ഞാനൊരു സായിപ്പിൻ്റെ വേഷത്തിൽ തോക്കും പിടിച്ചിട്ട് വരണം. 3.5 മണിക്കൂർ ഷോ ഉണ്ട് ടോട്ടൽ. പക്ഷേ ഞാൻ 3.5 മണിക്കൂർ ഷോയ്ക്ക് ഒരു മണിക്കൂർ മുമ്പേ വന്ന് മേക്കപ്പ് ഇട്ടിട്ട് ഈ സായിപ്പിൻ്റെ ഒരു വിഗ് ഉണ്ട്, ഇതിങ്ങനെ വെച്ചിട്ടിരിക്കും. ഇദ്ദേഹം വന്നിട്ട് എന്നെ കണ്ടിട്ട് നാണമില്ലടാ എന്നും പറഞ്ഞൊരു പോക്ക് പോകും. എപ്പോഴും എല്ലാ സ്റ്റേജുകളിലും എന്നെ ഈ വിഗിന്റെ പേരിൽ കളിയാക്കും. ഉമ്മൻചാണ്ടിയുടെ മുടി സ്ട്രെയിറ്റ് ചെയ്താണ് ഒരെണ്ണം, പിന്നെ പറയും മറ്റേ തമിഴ്നാടിന്റെ വൈക്കോലാണ് ഒരെണ്ണം. പിന്നെ ഇങ്ങനെ ഓരോ തവണ അറിയാമോ, ഷോയിൽ ഒരു 8:30 ഇവന് 5 മണിക്ക് ഒരുങ്ങിയിട്ടിരിക്കുന്നതിനകത്ത് ഒരു ദുരുദ്ദേശമുണ്ട്. നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് പോയി വണ്ടിയിൽ നിന്ന് മറ്റേതിങ് എടുത്തോണ്ടോ, അയ്യോ മറ്റേ ബാഗ് അവിടെ ആയി പോയി, ഫ്രണ്ടിൽ പോയിട്ട് മറ്റേ ഓഡിയോ ചെക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞാല് കോസ്റ്റ്യൂം ഇട്ടുപോയി ചേട്ടാ പറഞ്ഞിട്ട് ഇവൻ 5 മണിക്ക് ഇവൻ ഇതും വെച്ചിട്ട് ഇരുന്ന പണിയെടുക്കാതിരിക്കാൻ വെക്കുന്ന കേട്ടോ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതെ, അപ്പൊ ഈ വിഗും വെച്ച് ഈ വിഗിനെ കളിയാക്കല, നിനക്ക് നല്ല പണിക്കാത്ത മുടിയുണ്ടല്ലോ, പണിയെടുത്ത് നിന്നൂടെ, എന്തിനാണ് ഈ വിഗും വെച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയല. ലാസ്റ്റ് ഈ വിഗിന്റെ പേരിൽ കേൾക്കാത്ത ഒന്നുമില്ല. എനിക്ക് ആ ഷോ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോന്നാൽ മതി എന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ദൈവം ഉണ്ട് കേട്ടാന്ന് പറഞ്ഞു. ആ ദൈവം ഉണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഈ വിഗ് കിട്ടും പിന്നെ എന്ന് വെച്ചിട്ട് പോയി. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു, ജയറാം ഗംഭീരമായിട്ട് കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ പടമൊക്കെ ഇറങ്ങി. കുറേ നാൾക്ക് ശേഷം രമേശ് ചേട്ടൻ്റെ വിളിയാണ് ഒരു തവണ ഫോണിൽ, നീ എവിടെ ഉണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്ന സ്ഥലത്തുണ്ട്. ദൈവം ഉണ്ടടാ. പുള്ളി ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ ദൈവമുണ്ട്, ദൈവം ഉണ്ടടാ. ഞാൻ പറഞ്ഞു എന്താ കാര്യം? വേറെ ഒന്നുമല്ല, അന്ന് ഞാൻ വാടകയ്ക്ക് എടുത്തത് വിഗ്, അത് ഈ മറ്റേ വാഴക്കാലയിലൊരു ഷോപ്പിൽ നിന്നാണ്. ആ ഷോപ്പിൽ ആ വിഗ് തിരിച്ചു കൊണ്ടേ കൊടുത്തതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ആടുപുലിയാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സായിപ്പിന്റെ വേഷം ഇങ്ങേര് ചെയ്തപ്പോൾ ആ വിഗ് തലയിൽ കറങ്ങി തിരിഞ്ഞ് പുള്ളിയുടെ തലയിൽ വന്നത്. സെയിം വിഗ്, സത്യല്ലേ? എന്നിട്ട് ദൈവം ഉണ്ടടാന്ന് പറഞ്ഞ് ഇത് വെച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഇപ്പോഴും നോക്കിക്കോ, ആടുപുലിയാട്ടം കണ്ടോ ആ വിഗ്? ഞാൻ ആടുപുലിയാട്ടത്തിൽ മേക്കപ്പ് പറയുമ്പോ ഈ പുള്ളി ഇതിങ്ങനെ എടുത്തപ്പോഴും എനിക്ക് എവിടെയോ കണ്ടുപോകുന്ന വിഗാണല്ലോ ദൈവമേ. ഞാൻ ചോദിച്ചു, ഇത് ആർക്കാ? തന്റെ തലയിൽ വെക്കാനുള്ള വിഗാന്ന് പറഞ്ഞ് അതെടുത്ത് എന്റെ തലയിലോട്ട്. ശരിക്കും ഏത് സീനാണ് അവിടെ നടന്നതെന്ന് അറിയാമോ? മണിച്ചിത്രത്താഴുള്ള സീനാണ് അവിടെ കറക്റ്റ് ആയിട്ട് നടന്നത്. എവിടെയോ വിഗ് തിരുമേനി മറന്നു. പണ്ട് അമേരിക്കയിൽ നമ്മുടെ തലയിൽ അയ്യോ ദൈവമുണ്ട് അല്ലേ രമേശ് ചേട്ടാ? ദൈവം കിട്ടും.